കിഡിലൻ സീരീസ് ആയിട്ടുള്ള ഷോഗൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. എൻ്റെ പോലെ വിഷയം ഞാൻ 2-3 എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര കിഡിലായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുക. ലൈക്ക് നിങ്ങളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനത്തെ കുറേ കിഡിലൻ സീരീസൊക്കെ കണ്ടവരുണ്ടെങ്കിൽ, പിന്നെ പഴയ കാലഘട്ടത്തിന് കാണിച്ചുകൊണ്ടുള്ള ചില സീരീസ് മൂവീസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല സീരീസാണ്. ഇത് കാണിക്കുന്നത് ഫ്യൂഡൽ ജപ്പാനാണ്. അന്നത്തെ കാലത്തെ കുറേ മുന്നത്തെ കാലത്തെ ജപ്പാനൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയലൻസും പിന്നെ ചെറിയതായിട്ട് അവിടെ ഇവിടെ ഇതൊക്കെ ഒരു സെക്ഷൽ കോണ്ടൻറ്റ് അല്ല, ആണ് ഒരു ന്യൂഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ടേക്കോ എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ ഭരണാധികാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, നൈസായിട്ട് ഒന്ന് മരിക്കും. ഇയാൾക്ക് ഉണ്ടാകുന്ന അടുത്ത തലമുറ എന്ന് പറയുന്നത് എന്തോ 7 വയസ്സോ എന്തോ ചില്ലറ വയസ്സായിട്ടുള്ളൂ. സോ അത് ഭരിക്കാനുള്ള ആളായിട്ടില്ല, ആ പ്രായമായിട്ടില്ല. അപ്പോൾ ഇവരെന്തൊരു കോൺഫറൻസ് മെയിനായിട്ടുള്ള 5 ബൂഷോനെ വിളിച്ചിട്ട്, മെയിൻ അവിടുത്തെ കുറച്ച് ടീംസിനെ വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഓരോരുത്തർ ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഓരോ 5 സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര കിടിലായിട്ടുള്ള സ്ഥലം ഒന്നായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് ഇടയിൽ ചെറിയൊരു ഇതുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഇവർക്ക് ഇടയിലുണ്ട്. അപ്പോൾ പോരാത്തതിന് ഇവർ ഓരോരുത്തർ ഈ 5 ആൾക്കാർ ഓരോരുത്തർ കിഡിലനായിട്ടുള്ള ആർമി ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇവരെ സാമുറായ ആർമിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിനോടൊപ്പം തന്നെ കാത്തലിക് പോർച്ചുഗീസ് ആയിട്ടുള്ള കുറച്ച് ടീംസ് ഇവരുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട പോലെ നമുക്ക് കാണാം. ഇവർ നൈസായിട്ട് ജാപ്പനീസ് ടീംസിനെ കാത്തോലിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അന്നത്തെ കാലഘട്ടത്ത് കുറേ ഇങ്ങനത്തെ മിക്ക ഏരിയയിലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് കപ്പൽ അവിടെ വന്ന് ചേരുന്നത്. ഈ കപ്പലിൻ്റെ മെയിൻ ഡാവ് എന്ന് പറയുന്നത് ബ്ലാക്ക് തോൺ എന്ന് പറഞ്ഞ ആളായിരിക്കും. ഇവിടെ എത്തുന്നു, അവരിവിടെ കുറേ കാര്യങ്ങൾ കാണുന്നു, കുറേ സംഭവങ്ങളൊക്കെ പോർച്ചുഗീസുകാർ തന്നെ പലതും എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിവൻ പറയുന്നു ഇതിങ്ങനെയൊന്നല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സിനെയും ഭയങ്കര കിടിലായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കിങ്ങനെ പല സീനിലും ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോഴും ചില സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത് ഓരോ ക്യാരക്ടേഴ്സിനെ ഭയങ്കര കിടലായിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി. ഇതിൽ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നത് മാത്രമല്ല, പിന്നെ ചില വിഷ്വൽസൊക്കെ ഭയങ്കര കിടലാണ്. നമുക്കിങ്ങനെ പഴയ കാലത്ത് ജപ്പാനിനൊക്കെ കാണിച്ചിരുന്നത്, ഈവൻ കോസ്റ്റ്യൂംസും പിന്നെ അവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ചിരുന്നതൊക്കെ എന്ത് കിടലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുക ഇവർ ആ ടൈം പോയി എടുത്ത ആ ഒരു ഫീല് നമുക്ക് തോന്നുക. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി. സീരീസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സീരീസാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെന്താണ് റിവ്യൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അത്രയൊന്നുമില്ല, ചിലർക്ക് ഇങ്ങനെ ഇത്ര ഫീലൊന്നായിട്ട് തോന്നില്ല. അപ്പോൾ തോന്നും അത്രയൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണതാണ്. പിന്നെ ഇനി ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഇങ്ങനത്തെ കിടിലൻ സീരീസും അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ, മൂവീസിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ ഇടുന്നതായിരുന്നു. കാരണം ഞാൻ ചെറിയൊരു ലാഗ് വന്നു, ഭയങ്കരമായിട്ട് ലാഗ് വന്നു. മിക്കതും കാണുന്നവർക്ക് അറിയാം ഞാൻ ചെറിയൊരു ലാഗൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതാണ്. നിങ്ങളെ കിടിലൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.